ഹലോ എവ്രിവൺ, മുഫീദ, യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ 25ാമത്തെ ദിവസമാണ് ഇന്ന് വന്നെത്തിയിട്ടുള്ളത്. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളെ, എൻ്റെ പേര് മുഫീദ, ഞാൻ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനറാണ്, പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. ലൈഫിൽ ഏതൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻസ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടമാണ് അത്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ അപ്ഡേറ്റ്സും ഗ്രൂപ്പിലാണ് അറിയിക്കുന്നത്. അപ്പോൾ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം, ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സെഷൻസും, ഫ്രീ ആയിട്ടുള്ള സെഷൻസും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു കോഴ്സും കോച്ചിങ്ങും കാര്യങ്ങളും അതുപോലെയുള്ള ഒരു ജേർണിയിലൂടെയാണ് നമ്മൾ ഇപ്പൊ കടന്നു പോകുന്നത്. അതിന്റെ 25ാമത്തെ ദിവസത്തിലാണ് നമ്മൾ വന്നെത്തിയിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഡേ 1 മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും ലൈഫിനെ നോക്കി കാണുന്നത് ഭയങ്കര ഹാർഡായിട്ടാണ്. റിയാലിറ്റിയിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് പല സിറ്റുവേഷൻ ആണെങ്കിലും ലൈഫിനെ തന്നെ അതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നത്തിലാണ് ഇപ്പൊ എന്നുണ്ടെങ്കിലും ലൈഫ് തന്നെ ആ പ്രശ്നത്തിൽ നോക്കി കാണുന്നതുകൊണ്ട് തന്നെ ലൈഫിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് എൻ്റെ ലൈഫ് ഭയങ്കര കഷ്ടപ്പാടിലായിട്ടാണ് പല ആളുകളും ലൈഫിനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലൈഫിനെ എത്രത്തോളം നമുക്ക് ഗെയിം ആയിട്ട് നോക്കിക്കാണാൻ പറ്റുന്നു, ഒരു ഫണ്ണി ആയിട്ട് ജോയ് ആയിട്ട് നോക്കിക്കാണാൻ പറ്റുന്നു. അവരുടെ ലൈഫിൽ എപ്പോഴും വലിയ 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 കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പടച്ചോ കൊടുക്കുന്നവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കും, ഇല്ലാത്തവർക്ക് വീണ്ടും വീണ്ടും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും എന്നുള്ളത്. അതെന്തുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത് അറിയോ? ലൈഫിനെ ഭയങ്കര ഹാർഡായിട്ട് കാണുന്നവർക്ക് എല്ലാം ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതല്ലാതെ ലൈഫിനെ ഭയങ്കര ഫണ്ണി ആയിട്ട് എങ്ങനെയാണോ നമുക്ക് ലൈഫിനെ നോക്കി കാണേണ്ടത് ആ രീതിയിൽ നിങ്ങൾ ലൈഫിനെ നോക്കി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഓരോ ചലഞ്ചസ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അത് ഫേസ് ചെയ്യാൻ പാകത്തിൽ നമ്മളായി പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ട്രെസ് ആയിട്ടും റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടും ആങ്സൈറ്റി ആയിട്ടും ആങ്കർ ഇഷ്യൂസ് ആയിട്ടും അങ്ങനെ പല പല സിറ്റുവേഷൻസിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ മാറ്റുക, ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രാക്ടീസിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. നിങ്ങളെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങൾ മാറ്റങ്ങൾ ആഹ് കൊണ്ടുവരുത്താനായി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലൈഫിൽ അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ മസ്റ്റായിട്ടും ഈ പ്രാക്ടീസസ് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ യൂണിവേഴ്സിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറി ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം എന്നുള്ളത്. നമ്മൾ അറിഞ്ഞും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ലൈഫിൽ. അപ്പൊ അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളുടെ ആഗ്രഹമായിട്ട്, അതായത് നമ്മൾ റിയാലിറ്റി ആയി സംഭവിക്കുന്നത് നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മളെ ലൈഫിൽ നമ്മൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ നമ്മളെ ലൈഫിൽ നമ്മളുടെ ചിന്തയുടെ ഫലമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ആ ആഗ്രഹം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മളെ തൊട്ടടുത്തുള്ള ആര് അത് അച്ചീവ് ചെയ്തു, ആ ഒരു നമ്മളെ ഒരു സക്സസ് അല്ലെങ്കിൽ നമ്മളൊരു ലൈഫിൽ നമ്മൾ നേടിയെടുക്കണം എന്ന് വിചാരിച്ച ഒരു പൊസിഷന് നമ്മളെ കൂടെയുള്ള ഒരാൾ ആ പൊസിഷൻ നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിഷമം വരുന്നതിനപ്പുറം അവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് ആ ഒരു സന്തോഷത്തോടു കൂടി അതിന് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാല് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും നമുക്കൊരു ക്ലൂ ആയിട്ടാണ് തരുന്നത്. ഇന്നത്തെ പ്രാക്ടീസും അത്തരത്തിലുള്ളതാണ്. കാരണം നമ്മളെ ചുറ്റില് കാണുന്ന ഓരോരുത്തരുടെ ഉയർച്ചയും ഓരോരുത്തരെ പരാജയം ആയിക്കോട്ടെ എല്ലാം പ്രപഞ്ചം നമുക്കൊരു ക്ലൂകൾ തരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്തുമായിട്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ സിമ്പതിയോടുകൂടി പറയും, അയ്യോ അവർക്ക് ഇങ്ങനെ പ്രശ്നമാണ് അങ്ങനെ. അത് പറയുന്നതിന് പകരം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ഹെൽത്ത് ബ്ലെസ്സിങ്സ് നമുക്കുണ്ട്, അപ്പൊ അതിന് താങ്ക് യു പറയുകയും ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥന നടത്താൻ പറ്റും.
അതേപോലെയുള്ള കാര്യം, അതായത് പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും നമ്മളുടെ ലൈഫിൽ ഒരു ക്ലൂ ആയിട്ട് തരുന്നുണ്ട്. അത് നല്ല കാര്യം സംഭവിച്ചോട്ടെ, അവനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എനിക്കും നേടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അപ്പുറത്തെ ആള് സക്സസ് ആയിട്ടുണ്ട്, സ്വന്തം അയൽവാസി സക്സസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുക, അതുപോലെ തന്നെ അവരൊന്ന് ബ്ലെസ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടിയിട്ടുള്ള വിജയം നമ്മളുടെ വിജയമായിട്ട് നമ്മൾ സന്തോഷിക്കണം എന്നുള്ളതാണ്. പല ആളുകൾക്കും അതിന് സാധിക്കാറില്ല. കാരണം ഇനിയിപ്പോ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഏറ്റവും അടുത്ത ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിഷമത്തില് സിമ്പതിയോട് കൂടി ആ വിഷമത്തിൽ കൂടെ ചേർന്നിരിക്കാൻ പല ആളുകളുണ്ടാവും. പക്ഷെ അവർക്കൊരു സന്തോഷം വന്നെത്തിയാൽ, അവർക്കൊരു ബ്ലെസ്സിങ്സ് വന്നു കഴിഞ്ഞാല് അതിൽ സന്തോഷം കണ്ടെത്തി അതിന് പടച്ചവനോട് നന്ദി പറഞ്ഞ് അതിനു വേണ്ടി പ്രാർത്ഥന നടത്തുന്ന കുറച്ച് പേരേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ആണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് വരുന്നത്. അപ്പോ നമ്മൾ ആഗ്രഹിച്ച കാര്യം മറ്റൊരാൾ നേടിയെടുക്കുമ്പോൾ അവനൊക്കെ കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല, അല്ലെങ്കിൽ പഠനത്തിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ പെട്ടെന്ന് മാർക്ക് ലിസ്റ്റ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഓർക്ക് ഇന്നേക്കാൾ മാർക്ക് ഉണ്ട്, ഇവർക്ക് ഇന്നെ കുറവാണ്, ആ രീതിയിൽ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവനക്ക് കിട്ടി, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടോ, എന്റെ അത്രയൊന്നും അവന് കഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ അവനക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി. ശരിക്കും പറഞ്ഞാല് അവർക്ക് കിട്ടുന്ന ആ റിസൾട്ടിൽ നമ്മളും കൂടി ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ വിജയം നമുക്കും കൂടി ഉള്ളതാണ്. അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നന്നായിട്ട് ഗ്രേറ്റ്ഫുൾ ആവുന്ന ഒരാൾക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു പ്രാക്ടീസ് ആണ് ഇന്നത്തെ നമ്മൾ പ്രാക്ടീസ് വരുന്നത്. അതുപോലെ തന്നെ ഒരാൾക്കൊരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സിമ്പതിയോട് കൂടി അവരുടെ കൂടെ നിന്ന് കൊടുക്കാതെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥന നടത്താം. അതുപോലെ അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നം ചിലപ്പോൾ നമ്മളെ ലൈഫിൽ നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോന്ന് സംഭവിക്കുന്നതും നമുക്ക് ഓരോ റിമംബറൻസ് ആണ്, നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഓരോ ക്ലൂകളാണ്. അതായത് പടച്ചോൻ നമുക്ക് തരുന്ന ഓരോ ക്ലൂകളാണ് നമ്മളുടെ ലൈഫിലുള്ള ഓരോരോ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈഫിൽ പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും വിജയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ അത്രയും ആഗ്രഹിച്ച കാര്യം അവർക്ക് നേടിയെത്തി കഴിഞ്ഞാല് അവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല, അവർക്ക് ഇന്ന സമയം കൊണ്ട് കിട്ടി, ഞാൻ ഇത്ര ഹാർഡ് വർക്ക് നമ്മൾ ആ പരാതി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്വപ്നത്തിനോട് നമ്മൾ ഇങ്ങനെ അകലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തെ നമ്മളിങ്ങനെ കുറ്റം പറയാം. അതായത് എനിക്ക് എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല, എനിക്ക് സാധിക്കുന്നില്ല, അവർക്ക് വരെ കിട്ടി എനിക്ക് കിട്ടിയില്ല, ഞാൻ ഇത്രയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ സ്വപ്നത്തിനുമായി നമ്മൾക്ക് അത്രയും നമ്മളൊരു വിഷൻ ഓറിയന്റഡ് ആ ലക്ഷ്യവുമായിട്ട് നമ്മൾ അത്രയും കണക്റ്റഡ് ആണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്നിലും എത്തിച്ചേരും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്. ചില ആളുകള് അവർക്ക് കിട്ടി എനിക്ക് കിട്ടുന്നില്ല, ഞാൻ എന്നിട്ട് അതവിടെ കിറ്റ് ചെയ്യും. അപ്പൊ അതിന് പകരം അവർക്ക് കിട്ടുമ്പോൾ അതിലും സന്തോഷം കണ്ടെത്തി അതിനു വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാല് നമുക്ക് കൂടുതൽ ഒന്നുകൂടി ഊർജ്ജസ്വലമായിട്ട്, കാരണം അവന് കിട്ടിയല്ലോ അപ്പൊ എനിക്ക് എന്തായാലും കിട്ടും ഉറപ്പാണ്, കാരണം അവന് വരെ കിട്ടി, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്ക് എന്തോ ഡബിൾ ആയിട്ട് എന്തോ എനിക്ക് വരാനുണ്ട് എന്നൊരു മൈൻഡ് സെറ്റിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ പല ആളുകളും ഇത്തരത്തിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാതെ, അല്ലെങ്കിൽ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടാണ് അത്രയും സ്നേഹമാണ് അവരോട്, പക്ഷെ അവർക്കൊരു ഉയർച്ച ഉണ്ടാവുമ്പോത്തിന് അവിടെ ഡൗൺ ആവുന്ന, അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല, അവനിക്ക് വന്നല്ലോ അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അവരുടെ വിജയം നിങ്ങളുടെ വിജയമായിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അവർക്ക് വേണ്ടി ഇപ്പോ അവർക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാലും അവർക്കിപ്പോ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അവർക്ക് വന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ആ അവസ്ഥ ഇല്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ചെയ്യുക, അവർക്ക് വേണ്ടി നമുക്ക് ബ്ലെസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും, നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാര്യം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ചില ആളുകൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയൂല, സന്തോഷം അവരെ ചേർത്ത് പിടിച്ച് അവരുടെ വിജയത്തിൽ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റൂല. ചില ആളുകൾക്ക് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റും, പക്ഷെ ഉള്ളിൽ ഭയങ്കര വിഷമേക്കാരം. ഓനിക്ക് മാത്രം കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ അവസ്ഥ എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പഴി ചാരുന്ന ആളുകളുണ്ടാവും. ആ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിന്റെ, അതായത് പ്രപഞ്ചനാഥന്റെ ഓരോ ക്ലൂകളാണ് നമ്മളെ ചുറ്റുപാടും നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ. അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞാല് ഓർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിനപ്പുറം അത് നമുക്കും കൂടി ഉള്ളതാണ് എന്നുള്ളൊരു ക്ലൂ ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്.
അങ്ങനെ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളെ ചുറ്റുപാടും നടക്കുന്ന 7 കാര്യങ്ങൾ അലർട്ടായിട്ട് നമ്മൾ അതിന് അലേർട്ടായിട്ട് ആ 7 കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പെർഫെക്റ്റ് ഹെൽത്തും പെർഫെക്റ്റ് ബോഡിയും കാണാം. ഇപ്പോൾ ഭയങ്കര സ്ലിം ആണ്, പിന്നെ കാണാൻ നല്ല ബ്യൂട്ടിയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തിനെ നമ്മൾ കാണുമ്പോൾ നമുക്കത് ഉണ്ടായതായിട്ട് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് നമ്മൾ പ്രാർത്ഥന നടത്തുക. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ നമുക്ക് ബ്ലെസ്സിങ്സും കൊടുക്കാൻ പറ്റും. അത് ഒരു എക്സാമ്പിൾ. ഈ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ആ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇന്ന ആൾക്ക് ഇന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ ഇന്ന ആൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയ്യോ നമ്മൾ ആ പ്രശ്നത്തിൽ ഇങ്ങോട്ട് ആ പ്രശ്നം ഇങ്ങോട്ട് വലുതാക്കിയിട്ട് നമ്മൾ അത് ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്ത് അത് ആകെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് പകരം അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതിന് നമ്മൾ താങ്ക് യു പറയില്ല. അപ്പോഴും നമ്മൾ റിമംബറൻസ് ആണ്, നമ്മളെ ജീവൻ അവിടെ ഉണ്ട്, നമ്മള് ഓൾറെഡി നമ്മളെ ഹെൽത്ത് ഒക്കെ അവിടെ ഓക്കെയാണ്, നമ്മള് ജീവൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളെ ജീവൻ നിലനിർത്തി തന്നതിന് താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും നമുക്ക് ഓരോ ക്ലൂ ആണ്. അപ്പുറത്തെ വീട്ടിലെ ആള് മരിച്ചു കഴിഞ്ഞാലും ഇപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് ഒരു വിജയം ഉണ്ടായി കഴിഞ്ഞാലും അവർ സക്സസ് ആയി കഴിഞ്ഞാലും അവർ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്തു കഴിഞ്ഞാലും അതൊക്കെ നമ്മൾക്കുള്ള ഓരോ ക്ലൂകളാണ്. നമ്മളെ ലൈഫിലും അതൊക്കെ വരാം. അത് മരണം പോലും നമ്മളെ ലൈഫിലും സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ക്ലൂ ആണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നടത്തുക, ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത് നമുക്കുള്ള നമ്മളെ റിമംബറൻസ്, അതായത് ആ ഒരു സംഭവം സംഭവിക്കുന്നതുകൊണ്ട് നമുക്കതുണ്ട്, അതുകൊണ്ട് ഗ്രേറ്റ്ഫുൾ ആവുക. അങ്ങനെ ചുറ്റും നടക്കുന്ന ഒരു 7 കാര്യം എടുത്തിട്ട്, അപ്പൊ എന്ത് കാര്യം നമ്മളിങ്ങനെ ചുറ്റുഭാഗം കാണുന്ന, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. കണ്ണുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മളിങ്ങനെ അത് ഫീൽ ചെയ്യുന്നുണ്ട് പോന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് ഗ്രേറ്റ്ഫുൾ ആവുക. അങ്ങനെ ഒരു 7 കാര്യങ്ങൾ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇപ്പൊ അസുഖമൊക്കെ ആയിട്ട് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടെ ബ്ലെസ്സിങ്സ്, അതായത് അവരെ അനുഗ്രഹിക്കുക, നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്താം. അതേപോലെ അവർക്ക് ആ അസുഖം വന്നു വെച്ചാൽ നമ്മളെ പെർഫെക്റ്റ് ഹെൽത്ത് ഉണ്ട്, അതിന് നമ്മൾ താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്നറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇന്നത്തെ പ്രാക്ടീസിന്റെ ത്രെഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം പ്രപഞ്ചത്തിൽ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മറ്റൊരാളുടെ വിജയത്തിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ആ വിജയം നിങ്ങളിലേക്കും കൂടി ഉള്ളതാ, നിങ്ങൾക്കും അത് സാധ്യമാണ് എന്നുള്ള ഒരു ക്ലൂ ആണ് അവിടെ കിട്ടുന്നത്. ഇനി മറ്റൊരാളുടെ പരാജയം കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ അയ്യോ പരാജയം വന്നു കഴിഞ്ഞു, ആ പ്രശ്നം നിങ്ങൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ പരാജയം വിടുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫീൽ ആയിരിക്കും. അവർക്കൊരു പരാജയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അതിനെയും ആ പരാജയം നിങ്ങളുടെ ലൈഫിലേക്കും വരും. അതുകൊണ്ട് ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ആണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്കുള്ള ക്ലൂകളാണ്. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ആ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അലർട്ടായിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥന, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. കാരണം ഡേ ടു ഡേ ലൈഫിൽ ഇത് നിങ്ങൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ലൈഫിൽ കൊണ്ടുവരുത്തേണ്ട ഒരു ഹാബിറ്റ് ആണ്. മറ്റൊരാളുടെ വിജയത്തിൽ നമ്മൾ കൂടെ നിന്ന് സന്തോഷിക്കുക, കൂടെ നിന്ന് ഹാപ്പി ആവുക, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതിനൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള 7 കാര്യം, ചുറ്റും നടക്കുന്ന 7 കാര്യങ്ങളെടുത്താണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പ്രാക്ടീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ പല ആളുകളും പറയുന്ന കാര്യമാണ്, വീട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു, ഞാൻ കണ്ടിന്യൂസ് വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോവായിരുന്നു, ഇത്രാമത്തെ ദിവസം എത്തിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു, പിന്നെ അത് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അതായത് നമ്മൾ പ്രാക്ടീസിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ഇത് ബ്രേക്ക് ചെയ്തു, ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഞാൻ കണ്ടിന്യൂസ് നല്ല വൃത്തിക്ക് ചെയ്തു വരെയായിരുന്നു, പിന്നെ ഒരു ഫാമിലി ഇഷ്യൂ വന്നു, പിന്നെ വീട്ടിൽ ആകെ ഇഷ്യൂ ആയി, അതുകൊണ്ട് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അത്തരത്തിൽ ഇഷ്യൂ ഫേസ് ചെയ്യുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് നമ്മളുടെ പ്രപഞ്ചവുമായിട്ട്, അതായത് അതിന്റെ അലൈൻമെന്റിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടുന്ന ഓരോ കാര്യങ്ങൾക്കും
ആളുകൾക്കും നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഇമോഷണലി ബാലൻസ് ആവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീക്കിലും ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട്. ഇനി എന്തായാലും റമദാനിന് ശേഷം കണ്ടിന്യൂസ് ആ ഒരു ഫ്രീ വെബിനാർ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്, ഒരുപാട് അപ്ഡേഷൻസ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രാക്ടീസിന്റെ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളും സെഷൻസ് ഒക്കെ അതിലാണ് ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത്. അപ്പോ ഇതുവരെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക. ഫ്രീ ആയിട്ടുള്ള സെഷൻസും പെയ്ഡ് ആയിട്ടുള്ള സെഷൻസും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രാക്ടീസ് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ അത് സാധ്യമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.